Welcome to Kunju Lab. Let's start experimenting. ഒരിക്കൽ വളരെ ദൂരെ ഒരു മാജിക് ലോകമുണ്ടായിരുന്നു. അതാണ് പച്ചക്കറി നാട്. അവിടെ പച്ചക്കറികളും ഫ്രൂട്ടുകളും ജീവിച്ചിരിക്കുന്നു. അവർക്കെല്ലാം സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും കഴിയും. ആ പച്ചക്കറി നാട്ടിൽ 4 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് കൃഷ്ണൻ, ഡാൻസ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളവൻ. തക്കാളിത്തമ്പി, ഒരു ക്യൂട്ട് സിംഗർ. പഴം ബാബു, അല്പം കുഴപ്പക്കാരൻ, പലപ്പോഴും സ്ലിപ്പായി വീഴുന്നവൻ. തണ്ണിമത്തൻ രാജു, വലിയ ചിരിയോടെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ജോക്ക് കിങ്. ഒരു ദിവസം അവരെല്ലാം ഒത്തുകൂടിയിരുന്നു. ക്യാരറ്റ് കൃഷ്ണൻ ഒരു വലിയ ഐഡിയ പറഞ്ഞു. നമുക്കൊരു സൂപ്പർ ഫൺ ഫെസ്റ്റിവൽ നടത്താമോ? അത് കേട്ടതും എല്ലാവരും ഒരുമിച്ചു പറഞ്ഞു, യേ നടത്താം. അവർ ഫെസ്റ്റിവലിനായി തയ്യാറെടുപ്പു തുടങ്ങി. നിറമുള്ള ബലൂണുകൾ കെട്ടി, ചെറിയ സ്റ്റാളുകളുണ്ടാക്കി, മ്യൂസിക് സ്പീക്കറുകൾ റെഡി ചെയ്തു. ഫെസ്റ്റിവൽ ദിവസമെത്തി. പച്ചക്കറി നാട്ടു മുഴുവൻ നിറഞ്ഞ സന്തോഷം. എല്ലാവരും ചിരിക്കുകയും കളിക്കുകയും പാട്ടുപാടുകയും ചെയ്തു. ആദ്യം ഡാൻസ് മത്സരം തുടങ്ങി. ക്യാരറ്റ് കൃഷ്ണൻ സ്റ്റേജിൽ കയറി ബൂം ബൂം എന്ന് ഡാൻസ് ചെയ്തു. അതിനുശേഷം പാട്ടുമത്സരം. തക്കാളിത്തമ്പി പാടി ലാ ലാ ലാ. പിന്നീട് ഫണ്ണി റേസ്. പഴം ബാബു ഓടുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായി വീണു. ഹഹാ. എല്ലാവരും വലിയ ശബ്ദത്തിൽ ചിരിച്ചു. അതിനുശേഷം ജോക്ക് ഷോ. തണ്ണിമത്തൻ രാജു ഹ എന്ന് ചിരിപ്പിച്ചു. അവിടെ സ്പെഷ്യൽ സ്റ്റാളുകളും ഉണ്ടായിരുന്നു. ജ്യൂസ്, മിഠായി, സ്നാക്സ്. എല്ലാവരും കഴിച്ചു, കളിച്ചു, സന്തോഷിച്ചു. എല്ലാം വളരെ നന്നായി നടക്കുമ്പോൾ പെട്ടെന്ന് ആകാശം ഇരുണ്ടു. മഴയും കാറ്റും വന്നു. സ്റ്റാളുകൾ പറക്കാൻ തുടങ്ങി. ബലൂണുകൾ പൊട്ടാൻ തുടങ്ങി. എല്ലാവരും പേടിച്ചു. അപ്പോൾ ക്യാരറ്റ് കൃഷ്ണൻ പറഞ്ഞു, നമ്മൾ ഒത്തുനിന്നാൽ ഒന്നും പ്രശ്നമില്ല. അത് കേട്ടതും എല്ലാവർക്കും ധൈര്യം വന്നു. തണ്ണിമത്തൻ രാജു തന്റെ വലിയ ശരീരം കൊണ്ട് കാറ്റു തടഞ്ഞു. പഴം ബാബു തന്റെ സ്റ്റിക്കി പവർ കൊണ്ട് എല്ലാം ഒട്ടിച്ചു. തക്കാളിത്തമ്പി പേടിച്ചവരെ ആശ്വസിപ്പിച്ചു. ക്യാരറ്റ് കൃഷ്ണൻ എല്ലാം പ്ലാൻ ചെയ്ത് നയിച്ചു. അങ്ങനെ അവരെല്ലാം ഒത്തുചേർന്ന് കുറച്ചു സമയം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പിന്നീട് മഴ നിർത്തി സൂര്യൻ വീണ്ടും പുറത്തുവന്നു. ആകാശത്തൊരു മനോഹരമായ റെയിൻബോ തെളിഞ്ഞു. എല്ലാവരും വീണ്ടും സന്തോഷത്തോടെ ഡാൻസ് ചെയ്തു, പാട്ടുപാടി, ചിരിച്ചു. അപ്പോൾ ഗ്രാമത്തിലെ ഒരു മുതിർന്ന പപ്പൻ പറഞ്ഞു, ഇന്നത്തെ ഫെസ്റ്റിവലിന്റെ വിജയികൾ നിങ്ങളെല്ലാവരും. കാരണം നിങ്ങൾ ഒത്തുനിന്നു, കൂട്ടത്തോടെ പ്രവർത്തിച്ചു. അതാണ് ഏറ്റവും വലിയ വിജയം. അവർക്കെല്ലാം ഒരു വലിയ പാഠം പഠിക്കാൻ കഴിഞ്ഞു. കൂട്ടത്തോടെ നിന്നാൽ വലിയ പ്രശ്നങ്ങളും ചെറുതാക്കാം. ഇഷ്ടപ്പെട്ടാൽ കുഞ്ഞു ലാബ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം.